ടെനിയുടെ ഫോൺ എടുത്ത് റിപ്ലൈ നോക്കിയപ്പോഴാണ് കാണുന്നത്. അതിനകത്ത് ഫുൾ വരുന്ന ഇമോജികൾ ഇതാണ്. നീ എന്തോന്ന് കണ്ടത്? എന്തോന്ന് കണ്ടത്? എന്നതിനകത്ത് ആദ്യം തന്നെ വല്ല ബട്ടർഫ്ലൈ, സൂര്യൻ, അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ. ഇവന്റെ ആദ്യം കാണിക്കുന്ന ഡിസ്പ്ലേ ഫുള്ള് ഈ പഴക്കടയാണ്. നീ ഇങ്ങനത്തെ ആളാണല്ലേ? വളരെ മോശമായി പോയി. പിന്നെ ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. നിങ്ങളുടെ ഇംഗ്ലീഷ് പടങ്ങൾ ഏത് പറയാൻ തൊട്ടാ കണ്ടു തുടങ്ങി എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ടല്ലോ. അവന്റെ മാസ്റ്റർ പീസാണ്. അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. ശബ്ദമില്ലാത്ത ഇംഗ്ലീഷ് പടങ്ങളായിരുന്നു. അല്ല, നമ്മൾ അന്നേ ശബ്ദം വിടും. അതുകൊണ്ടാണ് ചരിത്രം പറയാടോ. അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവോ? ഞാൻ ബാലരമ, ടോം ആൻഡ് ജെറി അതൊക്കെ അവിടെ വേറെ പലതും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന് ഗുണമൊക്കെ ഉണ്ടായി. എന്നാടാ നീ നന്നാവണേ? എന്താ ഇത്? ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരസ്യമാക്കാം. തക്കുടു കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. പറയുമ്പോ എല്ലാം പറയണമല്ലോ. എത്ര പറയണ്ടത്? ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ വളരെ അപൂർവമായി. ഒരു പരിശീലനം കൂടി ആയിക്കോട്ടെ. യുവർ ഫേവറേറ്റ് അഡൽട്ട് പെർഫോമർ? എനിക്ക് അങ്ങനെ ഇല്ല കേട്ടോ. ആക്ച്വലി എന്തെങ്കിലും ഒന്നും ഉണ്ടാവും, ഓർത്തു നോക്കി. ഇദ്ദേഹത്തിന്റെ പെർഫോമർ അതും എനിക്ക് അറിയില്ലല്ലോ. അതൊരു സാഗരമായി കിടക്കുന്നതാണല്ലോ. ഇതൊക്കെ ഒരു രസമല്ലേ? തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. പ്രതാപകാര ധാരണയുള്ള ഒരു അഡൽട്ട് പെർഫോമർ ആരായിരുന്നു? അല്ല, നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? ചുമ്മാ അറിഞ്ഞിരിക്കാന്ന്. മെയിലോ ഫീമെയിലാ? ഫീമെയിൽ. പേരറിയില്ല. ഓരോ ജന്മങ്ങളെ നമ്മള് പേരൊന്നും പല അറിയേണ്ട കാര്യമില്ല. പേരിലും അറിയപ്പെടും. ഏത് പേരിലെന്ന് അറിയില്ല. അല്ല തക്കുടു? അത് ഈ സംഗതി ഒരു രഹസ്യം. ഇതിലങ്ങനെ പേരിൽ പ്രാധാന്യം പെർഫോമൻസിനാണല്ലോ അതിന്റെ വെടിപ്പുരയ്ക്ക് തീ പിടിക്കുമ്പോ പട്ടികുര ഞാൻ ശ്രദ്ധിക്കാറേയില്ല. ഒരു കാര്യം ചോദിച്ച സത്യം പറയൂ. യുവർ ഫേവറേറ്റ് പൊസിഷൻ ഇൻ ലൈഫ്? തന്റെ ക്രിമിനൽ എനിക്ക് മനസ്സിലായി. ക്വസ്റ്റ്യൻ അത്രയ്ക്ക് മനസ്സിലായിട്ടില്ല. He is not talking about a position of sex. ഓക്കെ, പറഞ്ഞോളൂ. ആദ്യൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കുള്ളൂ. പറഞ്ഞോളൂ. ഈ തക്കുടന്റെ ഒരു ഇമാജിനേഷൻ പറയും. അവളുടെ ഫേവറേറ്റ് പൊസിഷൻ അല്ല, തക്കുടന്റെ ഫേവറേറ്റ് ഒരുപാടുണ്ടല്ലോ. ഈസ്റ്റേലാണ് എന്റെ ഫേവറേറ്റ് പൊസിഷൻ. നാണം കെട്ട് നാശമായി. എന്തൊരു തൊലിക്കട്ടി. നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? അതൊന്ന് എഡിറ്റ് ചെയ്തേ കേട്ടോ. അതൊന്ന് മാറ്റി കളഞ്ഞേരെ. എടാ, അവന് ഉദ്ദേശം ഉത്തരം ഞാൻ കൊടുക്കണ്ടേ? ഇവനെപ്പോലൊരു മരക്കഴുത. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? അവൻ കുറെ നേരം ചോദിച്ചോണ്ടിരിക്കുന്നു. എന്റെ കർത്താവേ, ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ. അവൻ ജീവിതത്തെ പറ്റി ചോദിച്ചു, നീ വേറെ എങ്ങോട്ട് പോയി? തക്കടോ, അത് നമ്മുടെ ജീവിതമാണെന്നേ. തോന്നിയാസമല്ല, ഇന്ത്യൻ മിത്തോളജി. ജീവിതത്തിൽ ഞാൻ എന്റെ എല്ലാ ഇപ്പോഴത്തെ പൊസിഷൻസും എന്റെ ഫേവറേറ്റ് പൊസിഷൻസ് ആണ് എന്ന് പറഞ്ഞാൽ. ഈ ടെൻഷന്റെ ഇടയിൽ ചില റിലാക്സേഷൻ ഒക്കെ വേണ്ടേ? ഏത് പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.